ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ല ആൻഡ് ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ വന്നിറങ്ങിയതാണ്. ഇപ്പൊ 2 o'clock ആയി. ഫുഡ് കഴിച്ചിട്ടില്ല. ആൻഡ് എന്തിനാണ് ഞങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ടാണ്. മലയാളം ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ഫുഡ് പോലും കഴിക്കാതെ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂം സെറ്റിലായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമായിരുന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് ടൈം. 2:30 അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ബിഗ് ബോസ് കാണാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നത്. ഗൈസ്, ഒരു കരിക്ക കുടിക്കാൻ നിർത്താൻ പോലും ഞങ്ങൾക്ക് സമയമില്ല. എത്രയും ത്യാഗം സഹിച്ച് ബിഗ് ബോസിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോന്ന്? എന്തിനാണ് ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നത് പറയൂ? ലാലേട്ടനെ കാണാൻ, അനുമോളെ കാണാനാണ് ഞങ്ങൾ ബിഗ് ബോസിൽ പോണത്. ഗൈസ്, വി ഹാവ് 18 kilometers. ഇത് ശരിക്കും ചെന്നൈ അല്ല. ചെന്നൈയിൽ നിന്ന് എന്തോ ഉള്ളിലോട്ടുള്ള ഔട്ടർ ഏരിയ ആണ്. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഗൈസ്, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി 9 minutes കൂടെ കഴിഞ്ഞാല് നമുക്ക് ഏതാണ്ട് ഒരാള് ഫാസ്റ്റിന് ഡ്രൈവ് ചെയ്ത് പോവാണ്. പതുക്കെ ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ടുള്ള ഒരു ആവേശം കാരണം. ടേൺ ലെഫ്റ്റ്. സോ ഫിലിം കൺവെൻഷൻ സെന്റർ ഇതാണ്. അറിഞ്ഞൂടെ ഗൈസ്, നമ്മൾ എന്തായാലും ഇവിടെ കേറുവാണ്. ഫൈനലി ഇവിടെ നിൽക്കുന്ന ചേട്ടനോട് ചോദിക്കാം ഇവിടെയാണോ ഉണ്ടാവാന്ന്. ഉണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. போய் ரைட்ல கட் பண்ணு. லாஸ்ட் ரைட்டா? லாஸ்ட் 18ல இந்த பக்கம் பார்த்தா தெரியும். வண்டி பார்த்து 18. ആക്ച്വലി എല്ലാവർക്കും ഇവിടെ അങ്ങനെ പെട്ടെന്ന് പോവാനൊന്നും പറ്റത്തില്ല. നമ്മള് വന്ന മെസ്സേജ് ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. 18ലാണ് പറഞ്ഞത് ആൻഡ് വി ആർ അബൌട്ട് ടു റീച്ച് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് 12:13. 18 ഗൈസ്, 18ലാണ് കേട്ടോ. ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു ബിഗ് ബോസ്. ചെന്നൈയിൽ ആക്ച്വലി നല്ല ചൂടാണ്. അത് ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പോയി ഡ്രസ്സ് മാറാന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു ഗതികേടല്ലേ. ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ ഡ്രസ്സ് മാറി. ഓക്കെ, ലൈക്ക് ഭയങ്കര റിലീഫ് ആയിട്ടുണ്ട്. ഡ്രസ്സ് മാറിയപ്പോ എനിക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ആൻഡ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. സോ ആദ്യം ഫുഡ്, കുറച്ച് തണ്ണി ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു. തണ്ണിയും ഫുഡും ഒന്നും കിട്ടിയിട്ടില്ല. ഗൈസ്, സ്വിഗ്ഗിയിൽ ഞാനൊരു തലപ്പക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ലൈക്ക് 18 minutes ആൻഡ് അതിനുള്ളിൽ നമ്മൾ കേറണം. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് സാരല്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കേറാന്ന് വിചാരിക്കുന്നു. കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല. ബട്ട് എന്താ പറയാ, ആൾക്കാരെല്ലാം അവിടെ കേറുവാണ്. ഞാൻ ഇതുവരെ തലപ്പക്കറ്റ് ബിരിയാണി എനിക്ക് ഇഷ്ടമേ അല്ല. തലപ്പക്കറ്റ് ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇതിന്റെ ഫാനായി ഗൈസ്. വല്ലാത്ത കഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് ഇല്ലായിരുന്നു, വിശപ്പായിരുന്നു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. ആൻഡ് ഫൈനലി സ്വിഗ്ഗി സേവ്ഡ് us. ബോസ് കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് കേട്ടോ ഇത്. പക്ഷെ ഫോൺ നമുക്ക് അതിനുള്ളിൽ അലൗഡ് അല്ല. ബിഗ് ബോസ് കണ്ടിറങ്ങിയപ്പോഴത്തേക്കിന് രാത്രിയായി, നല്ല ഇരുട്ടി. മോഹൻലാലിനെ കണ്ടു. ഒത്തിരി കഷ്ടപ്പെട്ട് ഫുഡ് ഇല്ലാണ്ടിരുന്നെങ്കിലും ലാലേട്ടനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഞങ്ങക്ക് ചായയും പരിപാടിയും കിട്ടി ഗൈസ്. എന്ത് ചേച്ചിയാ? ഗൈസ്, ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിറങ്ങിയപ്പോൾ രാത്രിയായി, ഇരുട്ടി. ഇതായിരിക്കും ബിഗ് ബോസ് കാണാൻ വരുന്നത് ഒരു വലിയ ത്യാഗം തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ ലാലേട്ടനെ കണ്ടില്ലേ ഗൈസ്. ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിരിക്കുന്നു ഗൈസ്. ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്. കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങള് ഫൈനലി ലാലേട്ടനെ കണ്ടു ഗൈസ്. അതിനത്രയും സന്തോഷമുള്ള ഒരു കാര്യം ലൈഫിൽ നടക്കാനില്ല. ആൻഡ് ലാലേട്ട സ്റ്റേജിൽ വന്ന് ലാലേട്ടന്റെ സൗണ്ട് കുറച്ച് ഡിസ്റ്റൻസിൽ കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു റൊമാൻറ്റിഫിക്കേഷൻ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്താ പറയാ, ലാലേട്ടനെ കണ്ടു. ലാലേട്ടൻ തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. ആൻഡ് ബിഗ് ബോസിന്റെ ഷോ ഫുൾ കണ്ടു. അടിപൊളി ഷോ ആണ്. നമ്മൾ TV-യിൽ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു ഷോ ചെയ്യുന്നത്. ലാലേട്ടൻ ഒരു തെറ്റോ റീടേക്കോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് എത്ര ഫണ്ണായിരുന്നു എന്നറിയാവോ. ലൈക്ക് 4 hours ഞങ്ങൾ ആ ഷോയ്ക്കകത്തിരുന്നത് ഞങ്ങൾ അറിഞ്ഞതുപോലുമില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു.
ആൻഡ് നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തോളൂ. ബൈ.